എന്നെ തന്നെയാ കാണുന്നത്. അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഒന്നിച്ചനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കും അധികം ലഭിച്ചിട്ടില്ല. ദുർഗയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്റെ കാര്യത്തിലും വലിയ മാറ്റമൊന്നുമില്ലല്ലോ ദുർഗ. ശരിയാ. പുറമേന്ന് കാണുന്ന പോലെയല്ല പല വീടുകളിലെ അവസ്ഥ. ഒരു മേൽക്കൂരയ്ക്ക് താഴെ രണ്ട് മനസ്സുമായി കഴിയുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. സത്യത്തില് ഇന്ദ്ര ടി വി, ഇന്ദ്രപ്രസ്ഥം വീടെന്നൊക്കെ കേൾക്കുമ്പോ കുറച്ച് അസൂയയോടെ പലരും അവരെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതും ഓർക്കുന്നതും. നമ്മുടെയൊക്കെ കണ്ണില് എല്ലാം തികഞ്ഞവരായിട്ടല്ലേ അവരെയൊക്കെ കാണുന്നത്. പക്ഷെ പുറമേ ചിരിച്ചുകൊണ്ട് അവരുടെയൊക്കെ മനസ്സ് എത്രമാത്രം നീറുന്നുണ്ടെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. ഏതായാലും ധ്വനിമോളുടെ കാര്യം ഓർക്കുമ്പോ കഷ്ടം തോന്നുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ധ്വനിമോളോട് അവളുടെ അച്ഛനും അമ്മയ്ക്കും വലിയ സ്നേഹം തന്നെയാ. അവളുടെ മുന്നിൽ കലഹിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടിയാ അവര് പിരിഞ്ഞതെന്നാണ് അവരുടെ ന്യായം. ഒരു തരത്തിൽ ചിന്തിച്ച അതും ശരിയാ. മുഖാമുഖം നോക്കിയ ശത്രുക്കളെ പോലെ വഴക്കിടുന്ന രക്ഷിതാക്കളുടെ നടുവിലുള്ള ഒരു ജീവിതം. അല്ല, ഞാൻ വന്നിട്ടേ ഇതുവരെ നമ്മളെ ബോസിനൊന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. ചേട്ടന്റെ ആ സങ്കടം ഇന്ന് തീരും. ജെഡി ഇന്നിവിടെ എത്തിയിരിക്കും. സ്റ്റേഷൻ ഡ്യൂട്ടി വിട്ടുവന്നതിന്റെ സങ്കടം കുട്ടേട്ടന്റെ മുഖത്തുണ്ടല്ലോ. അതെ, നമ്മുടെ കൂടെ ആവുമ്പോ പോലീസുകാരന്റെ സ്റ്റാറ്റസ് നാട്ടുകാർക്കിടയിൽ ഇല്ലല്ലോ. അപ്പൊ എക്സ്ട്രാ ഇൻകത്തിന് ചാൻസ് ഒന്നുമില്ല. അതെ, ഞാൻ നിങ്ങൾ വിചാരിക്കും പോലെ ഒരു കൈക്കൂലി പോലീസ് ഒന്നും അല്ല. പിന്നെ സ്റ്റേഷനിലാവുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യും. അതിന് അവരുടെ സന്തോഷത്തിന് അവരെന്തെങ്കിലുമൊക്കെ തരും. അപ്പൊ നമ്മളതങ്ങ് വാങ്ങിക്കും. ഏത്, നമ്മളത് വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് സങ്കടമാവും. ഞാനായിട്ട് വെറുതെ എന്തിനാണ് അവരെ വിഷമിപ്പിക്കുന്നത്? അതെനിക്കിഷ്ടമല്ല. എന്തോ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയാണ്. മോളെന്തിവിടെ? കുട്ടേട്ടൻ എന്തു പറ്റി? ഇത്രയും നേരം ചീഫ് ആരാന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ആളെ കണ്ടപ്പോ ഒരു സല്യൂട്ട് പോലും ഇല്ല. അപ്പോ അമ്മയെക്കാളും വലിയ പോസ്റ്റിൽ മോൾ എത്തിയല്ലേ? അതെ, കുട്ടേട്ടൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ അമ്മയെ പോലെ പോലീസ് ആവുന്ന കരുതിയിരുന്നു. അത് കേട്ടപ്പോ ഉള്ളിലൊരു സന്തോഷം തോന്നിയിരുന്നു. പിന്നെന്താ എന്റെ അടുത്തൊന്നും പറയായിരുന്നത്? എനിക്കും അതേ അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം അക്ഷര ഡീറ്റെയിൽസ് അയച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത്. അപ്പോഴത്തെ അവസ്ഥയില് ഒന്നും പറയാതിരിക്കുന്നതാ നല്ലതെന്ന് തോന്നി. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേര് ഒരേ ടീമിലുണ്ടല്ലേ? രണ്ടല്ലോ, 3. അതാരി? കിരണിനെ കുട്ടേട്ടൻ വീട്ടിൽ വെച്ച് കണ്ടില്ല അല്ലേ? ഞാൻ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. പിന്നെ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇരിക്കും. ഞങ്ങള് രണ്ടുപേരും ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യം വീട്ടിലാർക്കും അറിയില്ല. അവരിതൊരിക്കലും അറിയാനും പാടില്ല. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാലും ഇത്രയും നാളും ആരെ ഒന്നും അറിയിക്കാതെ എങ്ങനെ ഇത് സാധിക്കുന്നു? എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്റെ അമ്മയെ ഇല്ലാതാക്കിയവരെ എനിക്ക് കണ്ടെത്തണം. അമ്മയുടെ പേരിലുണ്ടായ കളങ്കം മാറ്റി സത്യം കണ്ടെത്തണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് IPS എടുത്തത്. കുട്ടേട്ടൻ മാഡോന്നൊന്നും വിളിക്കണ്ട. ഈ മുറിയിൽ മാത്രമേ നമ്മൾ ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ പോലെ പെരുമാറൂ. പുറത്ത് നാട്ടുകാരുടെ മുന്നിൽ നമുക്കുള്ള ഐഡന്റിറ്റി എന്താണോ ആ രീതിയിൽ മാത്രമാണ് സംസാരവും പെരുമാറ്റവും. ഓക്കെ. കുട്ടേട്ടന് കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും ബ്രീഫ് ചെയ്യണം. ശരി, കുട്ടേട്ടൻ വരും. ശരി. ഇതാണോ നോക്കിയ? ആണോ? ആഹാ, മോക്ക് പഠിക്കുന്ന സ്കൂൾ ഒരുപാട് ഇഷ്ടായെന്നോ? ആണോ? ആഹാ, എന്നെ അമ്മയും മോളും നല്ല സന്തോഷത്തിലാണല്ലോ.
എന്താ മോള് പറയുന്നത്? പുതിയ സ്കൂള് മോൾക്ക് വലിയ ഇഷ്ടായെന്നാ പറയുന്നത്. ആണോ? മുത്തശ്ശിയുടെ മോൾക്ക് സ്കൂള് ഇഷ്ടായോ? ഏതായാലും ഭാഗ്യായി. കുഞ്ഞിന്റെ മുഖത്തെ ഈ സന്തോഷം കാണുമ്പോ തന്നെ മനസ്സിനൊരു ആശ്വാസം. അത് ശരിയാ. സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ ഇത്രയും സന്തോഷത്തിൽ ധ്വനിമോള് സംസാരിക്കുന്നതും പിന്നെ സ്കൂളിലേക്ക് പോവാൻ താല്പര്യം കാണിക്കുന്നതും ഒക്കെ ഇപ്പോഴാ. ആ, ആണോ? ടീച്ചറിനെ എന്റെ മോക്ക് അത്രയ്ക്ക് ഇഷ്ടായോ? അഷിത മോളുടെ ചേച്ചി നല്ല കുട്ടിയെന്നാ പറയുന്നത്. അതല്ലേ ധ്വനിമോൾക്ക് ഇത്ര സന്തോഷം? അതെ, അന്നാ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതും മോളെ സ്കൂള് മാറ്റിയതും നന്നായെന്നാ എനിക്കിപ്പോ തോന്നമ്മേ. അതെ മോളെ, ധ്വനിമോളുടെ കാര്യത്തിൽ നിനക്കൊരിക്കലും തെറ്റുപറ്റില്ലെന്ന് എനിക്കറിയാം. ഇന്നും എന്റെ ധ്വനിമോളുടെ മുഖത്ത് ഈ സന്തോഷം കാണണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളമ്മേ. സാറ്റലൈറ്റ് ഫോൺ കൊടുത്ത ശേഷം എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ? ഇല്ല. അവനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂലെന്നേ. നമ്മളിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അത് വിറ്റ് കാശാക്കാനേ അവനൊക്കെ നോക്കും. അല്ലാതെ ഇത്രയും റിസ്ക് എടുത്ത് അവന്മാര് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അതെ, വിളിക്കേ. അയാൾ എന്താ പറയുന്നതെന്ന് അറിയാലോ.